വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കാണുക. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഉക്രൈനിലെ ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ന്യൂക്ലിയർ സ്ഫോടനം നടന്ന് ഒരു സിറ്റി തന്നെ അബാൻഡൺ ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ചെർണോബ് എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചത് ചെർണോബിലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സും അതുപോലെ ചെർണോബിലേക്കുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നു. അതിൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഇവിടെ പ്രിപ്യാത്ത് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. കാരണം പ്രിപ്യാത്ത് എന്ന് പറഞ്ഞ കണ്ണീരിൽ കുതിഞ്ഞ ഒരു ടൗണാണ്. അപ്പം ആ സിറ്റി കാണിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല. കാരണം ഒരുപാട് മനുഷ്യരുടെ കണ്ണീര് ഉള്ള ഒരു ടൗണാണ്. 1970 ശരിക്കും പ്രിപ്യാത്ത് എന്ന് പറഞ്ഞ സിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു ലെവലിലേക്ക് ആയത്. അപ്പോൾ 1986 16 വർഷം കഴിഞ്ഞിട്ട് 1986 ഇവിടെ ഈ ന്യൂക്ലിയർ സ്ഫോടനം നടന്നപ്പം ഈ പ്രിപ്യാത്തിലുള്ള ആൾക്കാരെ മുഴുവനും ഇവിടുത്തെ സേന, ആ സമയത്ത് ആർമി പോലത്തെ സേനകൾ ഇവിടുന്ന് മാറ്റുകയുണ്ടായി. മാറ്റിയത് എങ്ങോട്ടെന്നറിയോ? കീവ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തേക്ക് ഒറ്റ രാത്രി ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ എല്ലാവരും പിടിച്ചിറക്കി ഇവിടുന്ന് മാറ്റി. കാരണം ഇവിടെ റേഡിയേഷൻ വരാൻ തുടങ്ങി. ഇപ്പം തന്നെ എത്രയായി? നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ അല്ലേ 0.17 ഉണ്ട്. കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 ഇതിനൊക്കെയാണ് ഇവിടെ റേഡിയേഷൻ വരുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ ഇവിടുത്തെ ആൾക്കാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിർബന്ധപൂർവ്വം മാറ്റി താമസിപ്പിച്ചു. അത് എങ്ങനെ മാറ്റി താമസിപ്പിക്കുന്ന അറിയോ? ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നു, പെട്ടെന്ന് എൻ്റെ വാതിൽ പട്ടാളക്കാരെ മുട്ടുന്നു. ഞാൻ കീവിലാണ്, പക്ഷേ ഞാൻ ഈ സ്ഥലത്തിലെ പുറത്താണ്. പട്ടാളക്കാരെ മുട്ടി ഞാൻ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന 2-3 കുടുംബങ്ങൾ പുറത്താണ്. ഇത് പട്ടാളക്കാർ എന്നോട് പറഞ്ഞു, നീ ഇവരെ നിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചേ പറ്റൂ. നിർബന്ധപൂർവ്വം എൻ്റെ വീട്ടിൽ അവർ താമസിപ്പിക്കുക. ആ വരുന്നവരുടെ കാര്യമോ? അവർ ഇവിടെയില്ല, ഈ പ്രിപ്യാത്ത് സിറ്റിയിലെ ജനങ്ങളാണ്. അവർക്ക് ഒന്നുമില്ല. അവർ ഇത്ര കാലം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ച വീടുകളും അവരുടെ വണ്ടികൾ, അവരുടെ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ, ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു മുട്ടുസൂചന എടുക്കാൻ പറ്റില്ല. റേഡിയോ വികരണമെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഉടുത്ത ആ ഒരു ഡ്രസ്സോട് കൂടി അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് ഞങ്ങൾ മറ്റ് വീടുകൾ താമസിക്കുന്ന അവസ്ഥ വരുന്നത്. പക്ഷേ 1986 നടക്കുന്ന കഥയാണ്. അത്രയും നരകയാതന അനുഭവിച്ച ഒരു ജനത ഇപ്പോഴും അവരിവിടെ തിരിച്ചു വന്നിട്ടില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത്രയും അനുഭവിച്ച ഒരു ജനത, ആ ജനതയുടെ വീടുകളും അവരുടെ സ്വപ്നങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും മനസ്സിൽ ചെറിയൊരു സങ്കടത്തോടു കൂടി മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റൂ. കാരണം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഈ സമയം നിങ്ങൾ വീടില്ലേ, പെട്ടെന്ന് പട്ടാളക്കാരൻ നിങ്ങളോട് പറയുന്നത് ഇറങ്ങിയിട്ട് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ചാർജർ മുതൽ നിങ്ങളുടെ ഡ്രസ്സുകൾ, നിങ്ങളുടെ അലമാരകൾ, നിങ്ങളുടെ TV-കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റ്, സ്പൂണ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മുറ്റത്ത് ബൈക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ഇമാജിൻ ചെയ്ത് കാണാം. റിയൽ ജീവിതത്തിൽ ഒരു അബാൻഡൻ സിറ്റി. നമ്മളിപ്പോൾ ഈ സിറ്റീൻ്റെ ഉള്ളിൽ കയറി പ്രിപ്യാത്ത് സിറ്റീൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്, പ്രിപ്യാത്ത് സിറ്റി ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അവസാനിച്ചത്. ഇതൊക്കെ ബിൽഡിങ്സ് ഉണ്ട്. നിങ്ങൾ അന്ന് ആ ഒരു കാലത്തിൽ ആൾക്കാർ താമസിക്കാൻ ഉപയോഗിച്ച ബിൽഡിങ്സ് ആണ്. എല്ലാം വലിയ പൈസൻ്റെ മുതലാണ്. ഇപ്പുറം കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ലക്ഷറി ഫ്ലാറ്റുകൾ, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ഈ കാണുന്ന മുഴുവനും. പിന്നെ ഇവിടെ കണ്ടോ, ഇതൊക്കെ എത്ര പൈസൻ്റെ സാധനങ്ങളാണെന്ന് അറിയോ? ഇതൊക്കെ ഓരോ ആൾക്കാരുടെ വീടുകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി നോക്കിയേ, കാട് കയറിയിട്ടുണ്ടോ? കാട് കയറിയിട്ട് ഒരു മനുഷ്യനില്ലാണ്ട് 1986 അബാൻഡൺ ചെയ്ത സ്ഥലമാണ് ഇത്. 1986. അതിന് ശേഷം ഇവിടെ ആൾതാമസമില്ല. ഇവിടെയൊക്കെ വലിയ നീളത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ. പിന്നെ നമുക്കൊരിക്കലും ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ പറ്റില്ല. അതുപോലെ ഈ ഗൈഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഒരു സാധനം തൊടാനും പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവളെ കയ്യിലുള്ളത്. എങ്ങനെയുണ്ട്? ഒരു 86 കാലഘട്ടത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലേ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാവുമായിരുന്നു. ചിലപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു, കളിക്കുന്നുണ്ടാവുമായിരുന്നു. ഇവരൊക്കെ നമ്മളോട് ടാറ്റ പറയുന്നുണ്ടാവുമായിരുന്നു, ഹായ് മല്ലു എന്ന് പറയുന്നുണ്ടാവുമായിരുന്നു. ഓക്കെ, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോളം നോക്കിയേ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചവിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ആയിട്ട്. ഇവിടെ മാത്രമൊന്നുമില്ല, ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. പിന്നെ തണുത്ത കാലാവസ്ഥയാണ് നിലമൊക്കെ ഇങ്ങനെ. നമ്മൾ കുറച്ച് വേനൽക്കാലത്തൊക്കെ വന്നാൽ കുറച്ചും കൂടി വെളിച്ചം കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1970 സോവിയറ്റ് യൂണിയനാണ് ഈ പ്രിപ്യാത്ത് സിറ്റിയൊക്കെ പണിതത്. ഓക്കെ, കാരണം ഇവിടെ ന്യൂക്ലിയറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അവിടുത്തെ വർക്കേഴ്സും സ്റ്റാഫുകളും പിന്നെ അങ്ങനെയൊക്കെ വേണ്ടിയാണ് പണിതത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എത്രയോ പൈസ വില മതിൻ്റെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ഈ കാണുന്ന മുഴുവനും. പക്ഷെ ഇപ്പം ഒന്നുമില്ല.
ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല. അതാണ് അവസ്ഥ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നടന്നിട്ട് കാണിച്ചു കേട്ടോ. 1970 പണിത ഒരു സിറ്റി, സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ പണിത ഒരു സിറ്റി. ആ സിറ്റി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ശരിക്കും ഈ സിറ്റി സെൻ്ററാണിത്. ഇവിടെ കണ്ടോ. അപ്പോൾ ഇവിടെ ആ സമയത്ത് ആൾക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു, താമസിച്ചിരുന്നു, ഓടിക്കളിച്ചിരുന്നു. ഈ നേരെ കാണുന്നില്ലേ, അത് ഇവിടുത്തെ ലൈബ്രറി പോലത്തെ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. ഇവിടെ ഈ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ലൈബ്രറീസ്, അത് ഇത് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് ആ കാണുന്നത്. അതുപോലെ ഈ വലതുവശത്ത് കാണുന്നതായിരുന്നു അത് ഈ പ്രിപ്പയാർഡ് സിറ്റിയിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടൽ. അതിൻ്റെ പഴയ ഒരു വെർഷനാണ്. അതിൻ്റെ അബാൻഡൺ ചെയ്തിട്ട് ഇപ്പോഴത്തെ വെർഷൻ കാണിച്ചിരുന്നോ കേട്ടോ. ആ ഹോട്ടലിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടുത്തെ ലക്ഷറി, ഇവിടുത്തെ റിച്ച് ആൾക്കാർ മാത്രം വരുന്ന 5 സ്റ്റാർ ഹോട്ടലായിരുന്നു കേട്ടോ. ഹോട്ടൽ പൊലീസിയാണ് അങ്ങനെ എന്താണ് അതിൻ്റെ പേര് വരുന്നത്. അത് ഈ ഒരു വിഭാഗത്തിൻ്റെ പേരാണ് അവർ ആ ഹോട്ടലിൽ ഇട്ടത് കണ്ടോ. പ്രിപ്യാർഡ് സിറ്റി അന്നത്തെ ആ ഒരു ഇത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും, റേഡിയോ ആക്ടിവിറ്റി കണ്ടോ 0.89, ഇനിയും കൂടും. ഇത് അന്ന് ഒരുപാട് കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് നടന്നിരുന്നു. പിന്നെ ഇപ്പം നിങ്ങളൊന്ന് സൈലൻ്റ് ആയ. ഇപ്പം ഇവിടെ കേൾക്കുന്ന സൗണ്ട് എന്താ അറിയാം? എന്താ കേൾക്കുന്നത്? പി പി എൻ്റെ കയ്യിലുള്ള മെഷീൻ കേട്ടോ. ജീവിതം ഇങ്ങനെയാണ്. ഒരുപാട് പാട്ടും കാര്യങ്ങളും നടന്നൊരു ഏരിയയാണ്. ഇപ്പം എന്താ പറയുക, റേഡിയേഷൻ കൊണ്ട് നടക്കുന്നൊരു ഏരിയ മാറി. അതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ഗ്രാനൈറ്റും മൊസൈക്കും ഒക്കെ ഇട്ട ബിൽഡിംഗ് കേട്ടോ. ഇവിടെ ഒരു ഷാമ്പയിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട്. എനിക്കൊന്ന് സെക്യൂരിറ്റി എങ്ങാണ്ട് ഇരുന്ന് തന്നു ഇപ്പോൾ കേട്ടോ. ഷാമ്പയിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഐസായതാണ്, വെള്ളമാണ്. വെള്ളം അത് തണുത്തിട്ട് ഐസായത് കേട്ടോ. ഒരു മൃഗം പോലും ഇല്ല, ഒരു പൂച്ചയോ പട്ടിയോ ഒന്നുമില്ല. അതെ 29 ഇവിടെ കുറവാണ്. റേഡിയോ വികിരണം കുറവ്. ഓരോ സാധനത്തിനോട് വെക്കുമ്പോഴും നമുക്ക് കല്ലിനോട് വെച്ച് നോക്കാം. 41 ഓരോ കാര്യത്തിനോട് വെക്കുമ്പോഴും റേഡിയോ വികിരണം കൂടി എടുത്താൽ. ചോരൊക്കെ നോക്കിയ ഇനി നമുക്ക് അപ്പുറ സൈഡ് പോകാം. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ കേട്ടോ. ആ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞത്. ഇതൊക്കെ പൊളിഞ്ഞു പോയി, കാലാവസ്ഥ മാറാൻ തുടങ്ങി. കാരണം 3 മണി കഴിഞ്ഞാൽ പിന്നെ സൂര്യേട്ടൻ പോകും. അപ്പോൾ അതിനോട് നമുക്ക് തീർക്കണം. പിന്നെ ഇത് ബെലാറസിൻ്റെ ഒക്കെ ബോർഡറാണ്. 16 കിലോമീറ്റർ കഴിഞ്ഞ് ബെലാറസായി. ഭയങ്കര തണുപ്പ് കേട്ടോ ഇവിടെ, നല്ല തണുപ്പാ. ഓക്കെ, പണ്ട് ഒരുപാട് പൈസക്കാർ കയറിപ്പോയി വഴികളാണ്. അവരിപ്പോൾ എവിടെയാണാവോ അല്ലേ? ഈ ഒരു ചെർണോബിനകത്ത് താമസിച്ച് മനുഷ്യന്മാർക്ക് എവിടെയാണാവോ? ഇതിവിടെ ഗവൺമെൻറ് കെട്ടിടമാണേ, ചെർണോബിൻ്റെ ഗവൺമെൻറ് കെട്ടിടം. ഇത് ഇവിടെ ഒഫീഷ്യൽസിന് വേണ്ടി പണിയെടുപ്പിച്ച ബിൽഡിംഗ് ആണ്. താഴെ കണ്ടോ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റപ്പ് ആയിട്ടില്ല. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. മഞ്ഞുമില്ല, ഒന്നുമില്ല. മരങ്ങളൊക്കെ ആ സമയത്ത് മരമൊന്നും ഇല്ലായിരുന്നു. ഈ മരങ്ങളൊക്കെ ഇപ്പം വന്നതാണ്. മരങ്ങളൊക്കെ വന്ന് ഈ ഒരു കോലത്തിലായി കേട്ടോ. ആ സമയത്ത് ഉപയോഗിച്ചതാണ്. അതിന് മുകളിൽ ടി വിയിൽ ആൻറ്റിനൊക്കെ ഉണ്ടോ? ആ പി പി പീൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാക്കോ. ഇതിൻ്റെ ലോഗോ ഉണ്ടോ? സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ലോഗോ ഉണ്ടോ? ആ ലോഗോൻ്റെ ഇപ്പോഴും ഇവർ ചെർണോബിന് ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ലോഗോ. സോ ഇത് ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണ്. പിന്നെ ഇപ്പഴും സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ വായൊക്കെ ഓടിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. മഞ്ഞുണ്ട് അതിൽ, നല്ല തണുപ്പ് പോയി. അതുകൊണ്ട് വായു ഓടുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. എന്നുവെച്ചാൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടലുള്ളത്. ഇതിവിടെ സൂപ്പർ മാർക്കറ്റ്. എന്താണോ അത്? എത്ര മാറി? എന്തത്? 102. ഒന്നും മാറി.
108. റേഡിയോ ആക്റ്റീവ് ഉണ്ടോ? 111, yes, that's radioactive. 0.10 This thing? 0.3 standard norm. Now we have 115 already. Which thing? That the metal? Yes, that's the metal. But the thing is, it looks like drainage cover, but basically underneath there is no drainage system. എൻ്റെ മോനെ So probably റേഡിയോ ആക്റ്റീവ് അടിച്ച സാധനം കേട്ടത്. just റേഡിയോ grab this ആക്റ്റീവുള്ള metal. സാധനം. Okay, I'm still alive, just in case. After 150 Odio. microsieverts per hour. 115 അടിച്ചിട്ടില്ലേ? ആ ഒരു സാധനം 115. എന്താ? വാവ്, പഠിച്ചേട്ടാ. My God. ഓക്കെ, നമുക്കിനി സൂപ്പർ മാർക്കറ്റ് വേണം. ഇത് ഈ സൂപ്പർ മാർക്കറ്റിന് ഉള്ളിച്ചാണേ. ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ പേരാണ് കൊടുത്തിട്ടുള്ളത്. 34 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. 34 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇതെന്താ എഴുതി? എന്താണ് അത്? ആ എഴുതി എന്താ മുകളിൽ? അത് ഓവർഷീ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, അതിന് അടുത്ത ഫ്രൂക്ടോ, അത് ഫ്രൂട്ട്സ്. ഓക്കെ, അതുകൊണ്ട് അവിടെ ചീസും തുവറകും, അതായത് ചീസ്, കോട്ടേജ് ചീസ്, അതുപോലത്തെ ചീസ് ഐറ്റം. ആ സമയത്ത് ഉപയോഗിച്ച റാക്കുകൾ ഇതൊക്കെ. ഇത് കോൾഡ് സ്റ്റോറേജ്. അന്ന് ഉപയോഗിച്ച ഫ്രീസർ, അന്ന് ഇവർ ഇങ്ങനെ ഉപയോഗിച്ച ഫ്രീസർ ഇതൊക്കെ. സത്യം, ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിലേ ഒരു 36 കൊല്ലം ബേക്ക് പോയി നോക്കിയാ. നമുക്ക് നമ്മളുടെ രാജ്യവും ഇന്ത്യയും സോവിയറ്റ് യൂണിയനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് അത്രയും ഡെവലപ്ഡ് ആയിരുന്നു. 1976 മെട്രോ വരുന്നത് യുക്രൈനിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, മെട്രോ കീവിൽ 1976 വരുന്നത്. അപ്പം അത്രയ്ക്കും ഫെസിലിറ്റീസും അത്രയ്ക്കും ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 2000 വന്ന ബിൽഡിങ്സ് പോലെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം. വെന്റിലേഷൻ സിസ്റ്റം എല്ലാം നോക്കിക്കോളും, മുകളിലൊക്കെ കാണാം. ആ ശരിയാ, മുകളിലല്ലേ. അതെ, ഇവിടെ ഒരു പിക്ചർ ഉണ്ടോ? ഒരു കുട്ടിയുടെ ഒരു ബോളിലും വരുന്ന പിക്ചർ. എന്ത് തോന്നി സിദ്ധാർത്ഥ കണ്ടിട്ട്? ഈ കുട്ടിയുടെ മുഖത്തെ സന്തോഷം ഒറ്റ ദിവസം കൊണ്ട് മഞ്ഞ്. റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്. ഞാൻ വീഡിയോൻ്റെ ഇൻട്രോയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. ജീവിതം കാണിച്ചു തന്നു. ജീവിതം മനസ്സിലാകുന്നില്ല. സംസാരിക്കുമ്പോൾ എൻ്റെ നാവ് ഇങ്ങനെ ഇതാവുന്നുണ്ട്, തണുപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പം ഓക്കെ, മല്ലൂരിന് ഇപ്പം ഗോൾഡ് വിങ് ഉണ്ട്, ബൈക്കുണ്ട്, വീടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കാറുണ്ടാവും, ബംഗ്ലാവ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ ഒറ്റ രാത്രി മതിയാണ് ഇതൊക്കെ പോകാൻ. ഒറ്റ രാത്രി. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ചെർണോബ്. ഇവിടെ ഒരുപാട് മുതലാളിമാരുണ്ടായിരുന്നു, ഒരുപാട് പൈസ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അല്ല അവിടെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, പദവികളുണ്ടായിരുന്നു. ഒറ്റ രാത്രി 1986 ഏപ്രിൽ 26 പുലർച്ചെ 1:23 എന്ന സമയമായപ്പം ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അവർ കീവിലും ഒഡേസയിലും മറ്റ് സിറ്റികളിൽ തക്കാളിപ്പട്ടിയില്ലേ, തക്കാളിപ്പട്ടിയൊക്കെ അതൊക്കെയാണ് അവർക്ക് ഉറങ്ങാൻ കെടുത്തത്. എങ്ങനെ ഇവിടെ പട്ടുമെത്തയിൽ കടന്ന് വലിയ വലിയ കോടീശ്വരന്മാർക്ക് ഇവിടെ പ്രശ്നം നടന്ന് ഇവിടുന്ന് അബാൻഡൻ ചെയ്തപ്പം അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ കൊടുത്ത് തക്കാളിപ്പട്ടി പോലത്തെ മരപ്പെട്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചാക്കിൻ്റെ ഒക്കെ പുതപ്പൊക്കെ. ഒരു രാത്രി കൊണ്ട് ജീവിതം മാറും, അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ജീവിതം മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞ് സത്യം കേട്ടോ. നമുക്കൊന്നും അങ്ങനെ വരാതിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സങ്കടം വരുന്നുണ്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനേക്കാളും സങ്കടകരമായ ഒരു സ്ഥലത്തേക്കാട്ടോ. ഇവിടെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കുകൾ, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. കാരണം കുട്ടികളാണല്ലോ നമുക്കെല്ലാം വലുതല്ലേ, അവരുടെ സ്വപ്നങ്ങളാണല്ലോ നമ്മുടെ സ്വപ്നങ്ങൾ. അപ്പോൾ അവർക്ക് സങ്കടം വരുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെട്ട ഒരു സംഭവം. അവിടത്തേക്ക് നമ്മൾ പോകും. ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ തന്നെ മരങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് മരങ്ങളൊക്കെ വന്നത്. ഇതൊക്കെ ശരിക്കും റോഡായിരുന്നു, വണ്ടികൾ പോകുന്ന നല്ല ടാറിട്ട് അടിപൊളി റോഡ്. ഓ എന്താ അവസ്ഥ അല്ലേ, കാട് മൂടി, ഫോറസ്റ്റ് മൂടി, ഇതൊക്കെ ബിൽഡിങ്സ് നോക്കി ഞങ്ങൾ. ഇതിൻ്റെ മറ്റൊരു വശമാണ്, ശരിക്കും ഇതൊരു കഫേയാണ്, ഒരു കോഫി ഷോപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവർ നല്ല സ്റ്റൈലാക്കിയിട്ട് ഗ്ലാസിനുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ലൊരു വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു പുഴേൻ്റെ സൈഡിലാട്ടോ ഇത്, പുഴക്കരയിലായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. ആ ഒരു സ്ട്രക്ചർ ഉണ്ടോ നിങ്ങൾ, ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല, അതും ഗ്ലാസ് കംപ്ലീറ്റ് ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മളീ പോകുന്നില്ല, ഇതായിരുന്നു ഈ ഒരു കോഫി ഷോപ്പിലേക്കുള്ള എൻട്രൻസ്.
ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ മരങ്ങളൊക്കെ ഇപ്പം വന്നതാണേ, ഇതൊക്കെ പ്ലെയിനാണ്. ഇവിടെ മരങ്ങളൊന്നും ഇല്ല ആ സമയത്ത്, പ്ലെയിൻ ആയിരുന്നു. കണ്ടോ, ഇതാണ് കോഫി ഷോപ്പിൻ്റെ എൻട്രൻസ്. ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ലക്ഷറിയാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ഇതാണ് അതിൻ്റെ പുറകിൽ കണ്ട ആ ഒരു പുഴ. ഇതൊക്കെ ഫ്രീസ് ആയിട്ടുണ്ട് ഐസിൽ. പുഴയുടെ വ്യൂ ആയിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. അതെ അതെ അതെ, ഈ ഒരു വ്യൂ ഉണ്ടോ, ഇവിടെ നിന്നിട്ട് ചായ കുടിക്കുമ്പം പുഴയുടെ ആ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ ആയിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നേരത്തെ ടൈൽസ് ഉണ്ടോ, കളർഫുൾ ടൈൽസൊക്കെ ഇട്ടിരുന്നത്. ഇവിടെയൊക്കെ ഫാമിലീസ് വന്നിരുന്ന്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലീസൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആ പുഴ ഫ്രീസായി, ഐസ് ആയി, മരങ്ങളൊക്കെ വന്നു. ഇതൊക്കെ ഓക്കെ. ഇതിൻ്റെ പുറകോശാണ്, നമ്മളിപ്പോൾ കണ്ടതിൻ്റെ പുറകോശാണ്. നമുക്ക് ജസ്റ്റ് റിവർ സൈഡും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പോയിട്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഇറ്റ്സ് എ ലക്ഷറി പ്ലേസ്. And a little bit contaminated. നോട്ട് ലിറ്റിൽ ബിറ്റ്. 70 ഇവിടെ എത്ര, 69, 63. യെസ്, 68 ആണ് ഇവിടുത്തെ റേഡിയേഷൻ. എന്താ 259. No, 34. 34.6. 34.45. അതെന്ത് സംഭവം, വാട്ട് ഈസ് ആ മെറ്റീരിയൽ? So as for exactly this spot, it's the result of the contamination process, because when they were washing the stairs, water was just falling down. ഓക്കെ, ഇത് ഐസ് ആട്ടോ മൊത്തം. ഇത് കണ്ടോ നിങ്ങൾ, It was Pripyat River. ഞാൻ കല്ലിട്ടാണോ നോക്കോ. കല്ലിട്ടിട്ടുണ്ടോ പോയിട്ട്. പിന്നെ ഇവിടെ ഒരു സാധനം തൊടാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. തൊടണ്ട ഒന്ന്. അതെ അവിടെ ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് എടുത്ത് ഒരു വീടൊന്നുണ്ടോ ചില മുങ്ങിപ്പോയി. ഇത് ഈ ഒരു ഹോട്ടൽ ബന്ധപ്പെട്ടില്ല ലൊക്കേഷൻസാ. ലക്ഷറി ഹോട്ടലായിരുന്നു. ഹോട്ടൽ വ്യൂ ടു വാട്ട്സ് പ്രീപെയ്ഡ് റിവർ. യെസ്, ഇത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന മെഷീനാണ്. ഇവിടെ കണ്ടോ, ഇത്ര 1, 2, 3 ഉണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഈ സാധനം ഈ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് സിറ്റികളിലൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം അതിലൂടെ വരും, ഇത് കുടിക്കാം. പണ്ടത്തെ കോയിൻ ചെറുതായിരുന്നു, പല കോയിൻ ഇപ്പോഴത്തെ പുതിയ കോയിനാണ്. യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ കുരുത്തം കെട്ട പിള്ളേരുണ്ടെന്ന് അർത്ഥമല്ലേ? Здесь чисто должно быть. ഇവിടെ അധികം റേഡിയോആക്റ്റീവ് അങ്ങനെ വരാൻ Not all metal in Chernobyl exclusion zone is contaminated. So 0.7, that's not level of radiation of the metal itself. That's just background. I think so. 90. യാ, അപ്പോൾ അത് കണ്ടാമിനേറ്റഡ് അല്ല, കുറച്ചേ ഉള്ളൂ. യെസ്. നമ്മൾ ഈ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ സ്ഫോടനം നടക്കുന്ന സമയത്തിൽ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽ ഏരിയയിൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് സ്റ്റോറി ഉണ്ട്. ഈ സ്ഫോടനം നടന്ന സമയത്തിൽ ആൾക്കാരല്ലേ, അവർ അവിടുന്ന് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ നേരെ കൊണ്ടുവന്നത് ഈ ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സില്ലേ, ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അവരുടെയൊക്കെ ശരീരത്തിൽ പൊള്ളൽ വന്നപ്പോൾ ഇത് എങ്ങനെ പൊള്ളലെന്ന് അറിയുന്നില്ലോ. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് റേഡിയോ ആക്ടിവിറ്റി ആണെന്നുള്ളത്. അവരെന്താ വെച്ചാൽ ഉടനെ വന്ന് ഇവരിപ്പോൾ അവിടുന്ന് ആ ഒരു, എൻ്റെ നാവ് തണുത്തിട്ടുള്ള അതുകൊണ്ടാണ്, അവിടുന്ന് അവർ വരുന്ന ആ ഡ്രസ്സില്ലേ, ആ ഡ്രസ്സോട് കൂടി തന്നെ വന്നു. അപ്പോൾ അതിൽ മുഴുവൻ റേഡിയോ ആക്ടിവിറ്റി ആയിരുന്നു. അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഏരിയ മൊത്തവും റേഡിയോ കണ്ടാമിനൻറ്റ് കൂടുതൽ കേട്ടോ, ആക്ടിവിറ്റി കൂടുതലുള്ള ഏരിയ. നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകണേ, എന്തോ കണ്ടിട്ട് ബ്രോനെ വിളിച്ചതാ. എന്താ വേണ്ടേ? യെസ്, ആ ഒരു സമയത്ത് ഉപയോഗിച്ച ഹോസ്പിറ്റലായിട്ട്. അന്നത്തെ ചെരുപ്പുകൾ, അന്നത്തെ കസേരകൾ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ അന്നത്തെ ന്യൂസ് പേപ്പർ കേട്ടോ. ട്രീറ്റ്മെൻറ്റ് റൂംസ്,
യെസ്, അന്ന് മെഡിക്കൽ പർപ്പസിന് ഇവിടെ ഡാറ്റാസ്, ഇവിടുത്തെ പേഷ്യൻസിന് ഇത് ബുക്സ് ഇല്ലേ, ബുക്സ് കാര്യങ്ങളുണ്ട്. റഷ്യൻ ഭാഷയുടെ ഫോമുകളുണ്ട് ഇവിടെ, ഇടയ്ക്ക് ഫോമുകൾ അതെല്ലാം കെട്ടുന്നുണ്ട്, ചാടിയിട്ട് ഓടുകയല്ലേ. ഇത് ഇവിടുത്തെ ചുമരമ്മൽ കണ്ടതാണ്, എഴുതി ഭക്ഷണത്തിന് എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതുപോലെ പിന്നെ എങ്ങനെ ചോക്ലേറ്റ് എങ്ങനെ കഴിക്കണം. കുട്ടികൾക്ക് 365 ദിവസം 3 to 6 കിലോ എത്ര ഇതാ കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അങ്ങനെ എഴുതിയിരിക്കുക. ചെക്കൻ കുട്ടി ഫുഡ് കഴിക്കുന്നത് കണ്ടോ ഇവിടെ? അല്ല, ഇവിടെ ഒരു കുട്ടിയുടെ തുറന്നുണ്ട്. ഓക്കെ, പിന്നെ അതാ ഇവിടെ ഉണ്ട് എന്തൊക്കെയായിരുന്നു, അങ്ങോട്ടേക്ക് ഒന്നുമില്ല. തിരിച്ചു പോവാ, എക്സ്റേ ലാബോ? അന്ന് ഉപയോഗിച്ച് തുണി വരെ അങ്ങനത്തുണ്ടല്ലോ അല്ല? യെസ്, അന്ന് ആ ഒരു സമയത്ത് ഉപയോഗിച്ച് തുണിയില്ലേ, തുണികൾ, മെറ്റലുകൾ. പിന്നെ ഒരു പുസ്തകം കേട്ടോ, ഇവിടുത്തെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ് ഉണ്ട്. നിങ്ങൾ നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ, അതാണ് പ്രശ്നം. കാരണം റേഡിയേഷൻ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ അധികം. പിന്നെ ഏതൊരു പേഷ്യൻറ്റിന് എങ്ങനെയാണ് തോന്നുന്നു, ഒരു ഷൂസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു നീഡിൽ കേട്ടോ, ഒരു സൂചി. ഇത് എക്സ്റേ മെഷീനാണ് നിങ്ങൾ. ഒന്നും പറയാനല്ല മോനെ, ശരിക്കും ഒരു വല്ലാത്തൊരു ഫീൽ അല്ലേ? നമുക്ക് എടുത്തു, ഒരു വല്ലാത്തൊരു ഫീൽ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടോ. കാരണം ചിലപ്പോൾ കണ്ടാൽ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആകുന്ന ഒരു പ്ലേസാണ്. ഇത് എൻ്റെ മുമ്പിലെത്തി, ഇത് കാണിച്ചിട്ടാണ് കേട്ടോ. ഈ പ്രിപ്പയർഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണിത്, കാണിച്ചതാണ്. ഏതായാലും ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പം പിന്നെ എല്ലാം ഒരു എപ്പിസോഡിൽ കൂടി ശരിയല്ലോ. ഓക്കെ, അപ്പോൾ നാളെ എല്ലാം സ്കിപ്പ് ചെയ്ത് കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളാണ് വരുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ഇതിൻ്റെ ബാക്കി. അതുപോലെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്യും, നാളത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കമൻറ്റ് ബോക്സും കൂടി നിങ്ങൾ നോക്കിക്കോ കേട്ടോ. നാളെ കാണേ, മറന്നു പോരെ, കാണണേ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.